ഹലോ, ഞാൻ വന്നിരിക്കുന്ന ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ വിനാഗിരിയും പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മൈദ, പാകത്തിനുള്ള ഉപ്പ്, ഒരു മുട്ട ഇവയെല്ലാം ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു വലിയ ഉള്ളി എടുത്ത് ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് ക്യാപ്സിക്കാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും. പിന്നെ വേറൊരു പാത്രത്തിലോട്ട് 1 ടീസ്പൂൺ കോൺഫ്ലോറും 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കാൽ ഗ്ലാസോളം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് നമുക്ക് ഇതിൽ ലാസ്റ്റ് ഘട്ടം ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 ഭാഗം ഒരേപോലെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് നമ്മുടെ ഉള്ളി. ഈ സമയം നമുക്കിതിലോട്ട് ക്യാപ്സിക്കവും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം. എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ലോ ഫ്ലെയിമിൽ വെക്കരുത്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിൽ അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് എല്ലാ ഭാഗവും ചിക്കൻ്റെ എല്ലാ ഭാഗവും ഈ ഒരു മിക്സ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മളെ ചില്ലി ചിക്കൻ ഡ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എന്തായാലും നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള റെസിപ്പീസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്